സെപ്റ്റംബർ 7 വിശുദ്ധ റെജീന. പാവപ്പെട്ട ആളുകളുടെയും ഇടയന്മാരുടെയും പീഡനത്തിന് ഇരയായവരുടെയും സ്വർഗീയ രക്ഷാധികാരിയാണ് വിശുദ്ധ റെജീന. ഫ്രഞ്ച് ഭാഷയിൽ സെയിൻറ്റ് റെയിൻ എന്നറിയപ്പെടുന്ന റെജീന 3-ാം നൂറ്റാണ്ടിലെ വിശുദ്ധയാണ്. ബർഗണ്ടിയിലെ അലീസിലുള്ള ക്ലെമൻ്റ് എന്ന വിജാതീയ പ്രഭുവിൻ്റെ ഭാര്യ മകൾ റെജീനയുടെ ജനനത്തോടുള്ള അരിഷ്ടതകളാൽ പ്രസവ സമയത്ത് മരണമടഞ്ഞു. പ്രഭു തൻ്റെ കുഞ്ഞിനെ നോക്കാൻ ഒരു ക്രിസ്ത്യൻ നേഴ്സിനെ ഏൽപ്പിച്ചു. അവൾ ആ കുഞ്ഞിനെ രഹസ്യത്തിൽ മാമോദിസ മുക്കി ക്രിസ്തീയ വിശ്വാസത്തിൽ വളർത്തി. അവളുടെ വിശ്വാസം കാരണം ക്ലെമൻ്റ് മകളെ ഭവനത്തിൽ നിന്നും പുറത്താക്കി. വയലുകളിൽ പണിയെടുത്തും ആടുകളെ മേയിച്ചും ആ നേരങ്ങളിൽ താൻ പരിശീലിച്ച പ്രാർത്ഥനകൾ ചൊല്ലിയും റെജീന ദൈവത്തെ ധ്യാനിച്ചു. ഫ്രാൻസിൽ ഡെസിയസ് ചക്രവർത്തിയുടെ നേതൃത്വത്തിൽ ക്രിസ്ത്യൻ മതപീഡനം നടക്കുമ്പോൾ ആ 15 വയസ്സുകാരി വിശുദ്ധരെയും രക്തസാക്ഷികളെയും അനുകരിക്കാനും ധ്യാനിക്കാനും പരിശീലിച്ചുകൊണ്ടിരുന്ന ധ്യാനാത്മക നേരങ്ങളിൽ ഗൗൾ പ്രദേശത്തിൻ്റെ പ്രീഫെക്റ്റായ ഒലിബ്രിയാസ് റെജീനയുടെ എളിമയും സമ്പന്നതയുടെ മര്യാദകളും ചെയ്യുന്ന ജോലികളിലെ അർപ്പണ മനോഭാവവും ശാന്തതയും അവളുടെ സൗന്ദര്യവും കണ്ട് ഭ്രമിച്ചുപോയി. അനുരക്തനായ അയാൾ വിവാഹാലോചനയുമായി ചെന്നപ്പോഴാണ് അവളൊരു ക്രിസ്ത്യാനിയാണെന്നറിഞ്ഞത്. തൻ്റെ വിശ്വാസ ജീവിതം കൂടുതൽ ഉച്ചവും സ്പഷ്ടവുമായി ഏറ്റുപറയാനിടയായത് അയാൾ അവളോട് ക്രിസ്തീയ ജീവിതം ഉപേക്ഷിച്ചാൽ തൻ്റെ ഭാര്യയാകാമെന്നും സുരക്ഷിതയായി ജീവിക്കാമെന്നും പറഞ്ഞപ്പോഴാണ്. റെജീനയുടെ മാറ്റമില്ലാത്ത തീരുമാനം കേട്ടപ്പോൾ അനുരാഗിയായി വന്നവൻ അസുരനായി മാറിക്കൊണ്ടവളെ തൻ്റെ അധികാരഗർവാൽ ഇരുൾ നിറഞ്ഞ തടവറയിൽ അടച്ചു. ബാർബേറിയന്മാരുടെ ആക്രമണത്തെ നേരിടാൻ പോയ പ്രീഫെക്റ്റ് നാളുകൾക്ക് ശേഷം തിരികെ വരുമ്പോൾ ഭിത്തിയിൽ കെട്ടിത്തൂക്കിയ ഇരുമ്പ് ചങ്ങലകളാൽ ബന്ധിതയായി ഇരുൾമുറിയിൽ ഏകാന്തതയിൽ കഴിഞ്ഞ റെജീനയിൽ മാറ്റമുണ്ടാകുകയും അന്യദൈവങ്ങളെ പൂജിക്കുമെന്നുമാണ് കരുതിയത്. ആ തടവറയിലും ദൈവത്തെ ആരാധിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞ റെജീനയുടെ ക്രിസ്തീയ വിശ്വാസത്തിൽ പതറിപ്പോയ ക്രൂരനായ അധികാരി അവളെ മരക്കുതിരയിൽ കെട്ടിയിട്ട് ചാട്ടവാറടിയും ഇരുമ്പുകട്ടകൾ പിടിപ്പിച്ച ചമ്മട്ടിയടികൾക്കും വിധേയമാക്കി. ചൂടുള്ള ടോർച്ചുകളും ഇരുമ്പിൽ പഴിപ്പിച്ചെടുത്ത പിഞ്ചറുകളും ഉപയോഗിച്ച് അവളുടെ മൃദുശരീരത്തെ പീഡിപ്പിച്ച് കുരിശിലേറ്റി. ഇവയെല്ലാം റെജീന ധൈര്യത്തോടെ നേരിട്ടു. വിശ്വാസം ത്യജിക്കാൻ തയ്യാറാകാതെ ദൈവത്തെ സ്തുതിക്കുന്ന റെജീനയെ ഗളച്ഛേദം ചെയ്താണ് കൊന്നത്. പീഡിപ്പിച്ചവരുൾപ്പെടെ നൽകിയ സാക്ഷ്യമാണ് ഇത്. ഒരൊറ്റപ്പെട്ട പ്രാവ് അവളുടെ രോദനവും പ്രാർത്ഥനയും ഉയരുമ്പോൾ റെജീനയുടെ തലയ്ക്ക് മുകളിൽ വട്ടമിട്ട് പറന്നിരുന്നുവെന്നത്. പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമായ ആ പ്രാവിൻ്റെ സാന്നിധ്യമാണ് അവളെ പീഡനമധ്യത്തിലും തളർന്നു പോകാതെ താൻ വിശ്വസിച്ച യേശുക്രിസ്തുവിലുള്ള വിശ്വാസം മരണനേരം വരെയും പ്രകാശിപ്പിച്ചത്. 9-ാം നൂറ്റാണ്ട് മുതൽ ഫ്രാൻസിലെ പാഡർബോൺ അതിരൂപതയിൽ ഡിജോൺ പട്ടണത്തിൽ ജൂൺ 20-ന് വിശുദ്ധയുടെ തിരുനാളുകൾ നടത്തിയിരുന്നതായിട്ട് പൗരാണിക രേഖകൾ വ്യക്തമാക്കുന്നു. സെയിൻറ്റ് റെയിൻ എന്ന പേരിൽ ഫ്രാൻസിൽ നിരവധി സ്ഥലങ്ങൾ കാണാൻ സാധിക്കുന്നത് വിശുദ്ധ റെജീനയോടുള്ള സ്നേഹവും ആദരവുമാണ് വ്യക്തമാക്കുന്നത്. വചനം വിശുദ്ധ പൗലോസ്ലിഹ തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 4-ാം വാക്യം. സുവിശേഷം ഭരമേൽക്കാൻ യോഗ്യരെന്ന് ദൈവം അംഗീകരിച്ചതനുസരിച്ചാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. ഇത് മനുഷ്യരെ പ്രീതിപ്പെടുത്താനല്ല, ഞങ്ങളുടെ ഹൃദയങ്ങൾ പരിശോധിക്കുന്ന ദൈവത്തെ പ്രീതിപ്പെടുത്താനാണ്. വിചിന്തനം. ജനിച്ച നാൾ മുതൽ ഒരു ക്രിസ്ത്യൻ നേഴ്സാണ് റെജീനയ്ക്ക് മാതാവായി തീർന്നത്. അവളുടെ വിശ്വാസ ജീവിതം കണ്ടാണ് റെജീന വളർന്നു വന്നതും. ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം കണ്ടുകൊണ്ട് ഒരു കുഞ്ഞിനെ വിശുദ്ധ പദവിയിലേക്ക് നയിക്കുവാൻ, മരണത്തെ പോലും ഭയപ്പെടാതെ ജീവിക്കുവാൻ ശക്തിയാക്കി തീർത്തുവെങ്കിൽ അവളെ ആ വിശ്വാസത്തിലേക്ക് നയിച്ച ക്രിസ്തീയ ജീവിതാനുകരണം നമ്മുടെ ജീവിതം കണ്ടുകൊണ്ട് അനേകരിലേക്കും വ്യാപിക്കുവാൻ ദൈവം സഹായിക്കട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ നിന്നുയരുന്ന പ്രാർത്ഥനകളും മുടക്കം കൂടാതെയുള്ള സഭാ സന്ദർശനങ്ങളും അനേകരെ ഈ ക്രിസ്തീയ ജീവിതത്തിലേക്ക് നയിക്കുവാൻ കാരണമായി തീരും. അതിനുവേണ്ടി നമ്മുടെ മക്കളോടും നമ്മുടെ കുടുംബാംഗങ്ങളോടും
ശക്തമായ ജീവിക്കുന്ന വചനസാക്ഷ്യമായി ജീവിക്കുവാൻ ആഹ്വാനം ചെയ്യാം.